കൊല്ലത്ത് മാതാവിന്റെ മൃതദേഹം 3 ദിവസം പൂജയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച മകൻ. കുളത്തുപുഴ RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ചിന്നത്താമയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മുറിയിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത്. സംഭവം പുറത്തറിഞ്ഞത് കൃഷ്ണസ്വാമിയുടെ മകൾ വീട്ടിലെത്തിയപ്പോഴാണ്. വിവരങ്ങളുമായി രാജ്കുമാറാണ് നമ്മളോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുന്നത്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. എന്താണ് ഉണ്ടായത്? പക്ഷേ ഇത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ അമ്മ മരിക്കുന്നത്. മകൻ ഇച്ചിരി മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ്, മാനസിക രോഗിയാണെന്ന് അയൽവാസികളും ജനപ്രതിനിധികളും ഒക്കെ പറയുന്നുണ്ട്. ആശാ വർക്കർമാർ വന്നാൽ പോലും ഈ വീട്ടിലേക്ക് ആരെയും അദ്ദേഹം കയറ്റില്ല, അയൽവാസികളെയും കയറ്റിയിരുന്നില്ല. ഇവിടെ ഈ മകനാണ് അമ്മയെ സംരക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മറ്റൊരു വീട്ടിലാണ് താമസം. മകൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അവിടെ വീട്ടിൽ വന്നപ്പോൾ രാവിലെ വന്നിരുന്നു. ID കാർഡ് മറ്റും എടുക്കാനായിട്ട് ആ വീട്ടിൽ വന്നു. ആ സമയത്ത് അമ്മ അവിടെ, ഈ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അവർ മടങ്ങി. വൈകിട്ട് വീണ്ടും വന്നപ്പോഴാണ് ഈ നെറ്റിയിലെല്ലാം ഈ ഭസ്മവും മറ്റും ചെയ്ത് പൂജിക്കുന്ന നിലയിൽ ഈ മുത്തശ്ശിയെ ഈ ചെറുമകൾ കാണുന്നത്. ആ സമയം തന്നെ ജനപ്രതിനിധികളെ വിവരമറിയിച്ചു. പോലീസും മറ്റും എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ചു 3 ദിവസമാണെന്ന് മനസ്സിലായത്. ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടെന്ന് പറയുന്നു. അമ്മ മരിച്ചതിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മകന്റെ സ്നേഹം കൂടിയാണ് എന്ന നിലയിലാണ് പോലീസ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. മറ്റിതിനകത്ത് വേറെ ദുരൂഹതകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവർക്ക് 90 വയസ്സ് പ്രായവും ഉണ്ടായിരുന്നു. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയോ? ഇന്നലെ രാത്രി തന്നെ വളരെ വൈകിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് സംസ്കാര ചടങ്ങുകൾ മറ്റും തീരുമാനിച്ചിട്ടുണ്ട്. ശരി രാജ്കുമാർ, എന്തായാലും വളരെ ഞെട്ടലുളവാക്കുന്ന സങ്കടകരമായിട്ട് കൂടിയുള്ള ഒരു വാർത്തയാണ് രാജ്കുമാർ പങ്കുവച്ചത്.